അപ്പോൾ ആദ്യം ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്ന പോലീസ് സബ് ഇൻസ്പെക്ടറായിട്ട് ആരംഭിക്കുന്നത് അന്നത്തെ ആഭ്യന്തരമന്ത്രി വയലാർ രവിയുടെ നാട്ടിലാണ്, ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, പൂച്ചാക്കൽ. അപ്പം അവിടെ ഇത് തുടങ്ങുമ്പോഴേ സ്വാഭാവികമായി എല്ലാ MLA മാരും പോലീസ് സ്റ്റേഷനിൽ ഇടപെടാറുണ്ട്. അത് അനിവാര്യവുമാണ്, അത്യാവശ്യം വിളിച്ച് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ആഭ്യന്തരമന്ത്രിയുടെ കോൺസ്റ്റിറ്റ്യുവൻസി ആകുമ്പോഴേ ആഭ്യന്തരമന്ത്രിയെ ജയിപ്പിക്കാൻ നടന്ന പാർട്ടി പ്രവർത്തകരുണ്ട്, അവർക്ക് അവരുടെ താല്പര്യങ്ങളുണ്ട്, ആഭ്യന്തരമന്ത്രിയുടെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അതുപോലെ ആഭ്യന്തരമന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങേക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് ഞങ്ങൾ ഈ പോലീസ് ട്രെയിനിങ് കോളേജിൽ ട്രെയിനിങ് കഴിഞ്ഞൊക്കെ ഞങ്ങളെ നല്ല കാര്യങ്ങളെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. ഇങ്ങനെ ഒരു സേയിങ് ഉണ്ട്, ചീത്ത വിളിക്കാൻ പഠിപ്പിക്കും, നെവർ. അങ്ങനെ ഞങ്ങളുടെ ഇൻസ്ട്രക്ടേഴ്സ് ആരും ഞങ്ങളെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ളവരാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു വിടുന്നത്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച് എന്നെ ഈ SI ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇവിടെ എല്ലാം മൊത്തം നന്നാക്കാനാണ്. അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നല്ല കാര്യങ്ങളെ ചെയ്യാവൂ എന്ന് പറഞ്ഞാണ് ഞാൻ ചെന്നത്. പക്ഷേ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ വയലാർജിക്ക് ഡയറക്റ്റ് അതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ അന്ന് ഇതിപ്പോൾ കോൺഗ്രസ് ആയാലും CPM ആയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അന്ന് കോൺഗ്രസ് ഭരണമായതുകൊണ്ട് അന്നിരുന്ന ബ്ലോക്ക് പ്രസിഡന്റ്, എനിക്ക് ഈ ബ്ലോക്ക് പ്രസിഡന്റ് എന്താണ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പിന്നെ പോലീസ് വന്ന ശേഷമാണ് ഇത് ആരാണ്, അത് മറ്റെങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചിട്ടുള്ളത്. ഇത് തുടക്കമാണ്. അപ്പോൾ ഈ ബ്ലോക്ക് പ്രസിഡന്റ് വന്ന് ചുമ്മാ എല്ലാ പെറ്റീഷനിലും പുള്ളി വരും, വന്നിങ്ങനെ ഇടപെടും. അപ്പോൾ പുള്ളി അന്ന് വളരെ ഏജിലാണ്, എനിക്ക് 23 വയസ്സ്, മറ്റേ 24 വയസ്സാകും, പുള്ളിക്കൊരു 60 വയസ്സ് വരും. അപ്പോൾ അങ്ങനെ വലിയൊരു ദിവ്യനാണ് അവിടുത്തെ. അപ്പോൾ എനിക്കതൊരു വലിയ ഐ saw him as a pest in the administration of justice. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പം ഞാൻ അങ്ങനെ അടുത്ത് വൈൽഡായി. വേറൊന്നും ഇല്ല, നിങ്ങൾ ആവശ്യമില്ലാതെ ഇവിടെ വരരുത്, ചുമ്മാ. അന്ന് ഇതേ ഉള്ളൂ ലാൻഡ് ലൈൻ, എനിക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പുള്ളിയെടുത്ത് ആർഗ്യൂ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഒരു പുതിയ സംഭവമാണ്. എന്ന് ഞാൻ അങ്ങനെ SP എടുത്ത് വരെ ഡയറക്റ്റായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ SP മാർക്കെല്ലാം അറിയാം ഇങ്ങനെ, എനിക്ക് മാത്രമേ ഇങ്ങനെ അറിയാതെ പോയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അന്ന് വയലാർജി എടുത്ത് പോയി പരാതിപ്പെട്ടു, നിങ്ങളയച്ച ചെറുക്കൻ നക്സലൈറ്റാണ്, ഭയങ്കര പ്രശ്നമാണ്, ഒരു വസ്തു പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ എന്തൊക്കെയാണെന്നാണോ പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് വയലാർജി മിടുക്കനാണ്, നല്ല ഒരു മനുഷ്യനാണെന്ന് ഞാൻ പറയാൻ കാര്യം, ഞാൻ വളരെ ജൂനിയറായിട്ടുള്ള ഓഫീസറല്ലേ, SI ആണ്. അപ്പം എന്നെ ഒരു ദിവസം അപ്പം അങ്ങനെ എപ്പോഴും അവിടെ വരും. ചേർത്തല എന്ന TVയിലാണ്, അവിടെ ഭയങ്കര ഇടിയും തള്ളും ബഹളവും ഒക്കെയാണ്. അപ്പം DYSP വിളിച്ചോ, തന്നെ ആഭ്യന്തരമന്ത്രി കാണാൻ വിളിക്കുകയാണ്, വിളിച്ചത്. അപ്പോൾ എനിക്ക് ജീപ്പില്ല അന്നത്തെ കാലത്ത് പോലീസ് സ്റ്റേഷൻ ജീപ്പൊന്നുമില്ല. അപ്പം ഞാൻ DYSP എടുത്ത് പറഞ്ഞു, നല്ല ദൂരമുണ്ട്, പൂച്ചാക്കിൽ നിന്ന് അവിടെ പോകണമെങ്കിൽ നമുക്ക് അന്നത്തെ SP ആയിരിക്കുമ്പോൾ ഞാൻ ബസ്സിൽ കയറി പോകും. പക്ഷെ അന്ന് SI പ്രൈവറ്റ് ബസ്സിൽ കയറി പോകാറില്ല, എനിക്ക് വണ്ടിയില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാർ എനിക്ക് വണ്ടിയില്ല. എനിക്ക് വണ്ടിയില്ലേ, ഒരു കാര്യം ചെയ്യും, നീ ഓടിപ്പോ, ആഭ്യന്തരമന്ത്രി വിളിച്ചിരിക്കുകയല്ലേ, ചെന്നില്ലെങ്കിൽ അത് പ്രശ്നമാവില്ലേ. പിന്നെ ഞാൻ അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു ASIയുടെ സ്കൂട്ടറിൻ്റെ ബാക്കിൽ കയറി ഞാൻ ചേർത്തല പോയി 10-20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു പൂച്ചാക്കിൽ. അപ്പോൾ അവിടെ ഭയങ്കര ഇടിയും തള്ളും ബഹളമായിട്ട് എന്നോ പറഞ്ഞ് ഹോം മിനിസ്റ്റർ വരുന്നു, വെള്ള അംബാസഡർ കാറിൽ കുടിയൊക്കെ വെച്ച്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ആഭ്യന്തരമന്ത്രിയെ കാണാൻ, കോളേജിൽ പഠിക്കുമ്പോഴും കണ്ടിട്ടില്ല, പത്രം വായിച്ച് നമ്മളിങ്ങനെ കണ്ടിട്ടല്ലാതെ ജീവനോടെ കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഈ ആളുകളൊക്കെ മാറ്റിയിട്ട് പറഞ്ഞു, പൂച്ചാക്കൽ SI വന്നിട്ടുണ്ടോ, ആഭ്യന്തരമന്ത്രിയാണ് നേരിട്ട് ചോദിക്കാം അവിടെ നിന്ന്. അപ്പം DYSP ഉണ്ട് സാർ, വിളിക്കും. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഇതാണ്. കഴിഞ്ഞ ഇയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് കുഞ്ഞു മുഹമ്മദ്. അത് ആഭ്യന്തരമന്ത്രിക്ക് അവിടെ ജീവിക്കണ്ടേ, ഞാൻ കാരണം. ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എനിക്ക് അന്നില്ല, വിവേകം എനിക്കില്ല. അപ്പം ഞാൻ അകത്ത് ജനലടക്കി, അതൊന്ന് പോലീസുകാർ വാതിലും എല്ലാം അടക്കി. അപ്പം എനിക്ക് സംശയം, ഇങ്ങനെ എന്നെ അടിക്കാൻ പോകുന്നു, തിരിച്ചടിക്കാമോ
ഇങ്ങനെയൊക്കെ അതൊന്നും എനിക്ക് ആകെ കൺഫ്യൂഷനായി. ഇങ്ങനെ അടിക്കാനല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ അടയ്ക്കാൻ പറഞ്ഞെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നത് ഒരു മനുഷ്യരും വെളിയിൽ നിന്ന് കേൾക്കരുത്, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ അതിന് ശേഷം വന്ന ചില ആഭ്യന്തരമന്ത്രി ഇതൊന്നും ശ്രദ്ധിക്കാറേയില്ല. ചീത്ത പറയും, അപ്പം ആളാവല്ലോ കേൾക്കട്ടെ വെളിയിൽ. അങ്ങനെയൊന്നുമില്ല. നമ്മൾ വളരെ ജൂനിയറും പ്രായത്തിനും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിലെ ശിശുവാണ്. അപ്പം എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം കോഷൻ എടുത്തു എന്നുള്ളതാണ് എനിക്ക് പിന്നെ മനസ്സിലായത്. അതെല്ലാം അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ചായ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. 3 ചായ വന്നു. DYSPക്കും വയലാർജിക്കും എനിക്കും. അപ്പോൾ DYSP സാറിനോടൊപ്പം എൻ്റെ കൂടെ ഉണ്ട് ബോസ്. വളരെ സത്സന്ധനായ ഒരു മനുഷ്യനാണ്. പഴയ ടൈപ്പ് പോലീസ് ഓഫീസറാണ്. അതുകൊണ്ടാണ് ഓടിപ്പോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർ രണ്ടുപേരും ചായ എടുത്തപ്പോൾ ഞാൻ ചായ എടുത്തു. ചായ കുടിക്കാൻ വെയിറ്റ് എന്ന് വയലർജി പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ചു വെച്ചോണം. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ശല്യമാണ് മറ്റാണ്. അപ്പോൾ പുള്ളിക്ക് ടക്കനെ മനസ്സിലായി. പക്ഷെ പുള്ളിയെടുത്ത് ചെന്ന് പറഞ്ഞത് ഇപ്പം പുള്ളി വിചാരിച്ചൊരു ഘടോത്കജനായിരിക്കും. അപ്പം എന്നെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് ചിരി വന്നതാണ്. ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ പകുതിയേ ഉള്ളൂ വെയിറ്റ്. അപ്പം തന്നെ പുള്ളിക്ക് ഈ അവതരിപ്പിച്ച പോലെയുള്ള ദേഷ്യമൊന്നും SIയോട് ഇല്ലാതായി എന്നെനിക്ക് മനസ്സിലായി. പുള്ളി അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, അത് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല, ന്യായമല്ലാത്ത കാര്യങ്ങൾ കുഞ്ഞു മുഹമ്മദ് ഇങ്ങനെ പറയുന്നു. എല്ലാം കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത്, ഗോപാലകൃഷ്ണൻ, നിങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ശിശുവാണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു IPS ഒക്കെ കിട്ടാനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ IPSൻ്റെ ഫുൾ ഫോം പോലും അന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനെപ്പറ്റി അതെങ്ങനെയെന്നൊന്നും എനിക്ക് ഒരു പിടിയില്ല. അപ്പം ഇങ്ങനെ ചുമ്മാ എന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞായിരിക്കും ഞാൻ പിന്നെ മനസ്സ് വിചാരിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ SI ആയിട്ടൊക്കെ പോലീസിൽ വരുമ്പോൾ ഈ രാഷ്ട്രീയക്കാരുമായിട്ട് നിങ്ങൾ ഇടപെടേണ്ടി വരും. അതിൽ നല്ലവരും ചീത്തയും ഉണ്ട്. എല്ലാവരും നല്ലവരാണെന്ന് ഞാൻ പറയില്ല. അപ്പം നിങ്ങൾ അവരെ ബാലൻസ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ട് വരും മുന്നോട്ട് പോകാൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചായ കുടിക്കാൻ പറഞ്ഞു. വളരെ സ്നേഹമായിട്ട് ഞാൻ കോംപ്ലിമെൻ്റ് ചെയ്ത് ഞാൻ ഇറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ്. അദ്ദേഹത്തിന് നമ്മളടുത്ത് നിങ്ങൾക്ക് IPS കിട്ടുമെന്ന് അതിൻ്റെയൊക്കെ ആവശ്യം എന്തെന്ന് എനിക്ക് അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻ്റ് എന്നോട് ഇല്ലല്ലോ. ഈ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് ഞാൻ വളരെ ജൂനിയറാണ്, പക്ഷെ വളരെ മാന്യമായിട്ട് പെരുമാറി. പക്ഷേ തിരിച്ച് എനിക്ക് പോയിട്ടും ഇയാൾ എന്താ ചെയ്യുമെന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി. അപ്പോൾ എല്ലാവരും ചോദിച്ചു, അന്നത്തെ സമയമല്ലേ, എന്താ ഇത് ആഭ്യന്തരമന്ത്രി കാലി വീണ്. ആഭ്യന്തരമന്ത്രി പറഞ്ഞ് കുഞ്ഞു മുഹമ്മദിൻ്റെ കാലി തൊട്ട് പറയും ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഞാൻ അങ്ങ് ക്ഷമിച്ചു എന്ന് പുള്ളി അവിടെ ജംഗ്ഷനിലൊക്കെ വന്ന് പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ അന്ന് എനിക്കും പ്രായം വളരെ കുറവല്ലേ, പക്വത വളരെ കുറവല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായി. ഈ അകത്ത് നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല, ആരുടെ പറഞ്ഞില്ല, പോലീസുകാരുടെ. അപ്പം ഇയാൾ പിന്നെ എൻ്റെ ഇത് അയക്കുമ്പോൾ ഞാൻ ഭയങ്കര കുറച്ച് ടഫായിട്ട് പെരുമാറാൻ തുടങ്ങി. ഞാൻ മനുഷ്യർ പറഞ്ഞ ഒരു കാരണവശാലും ഇയാളോട്ട് ചോദിച്ചു പോകാൻ പറ്റില്ല. അപ്പം അതിനെ ചൊല്ലി കുറേ നുണകളൊക്കെ അവിടെ നാട്ടിലെ പോലീസുകാരുടെ ഇടയിലും അവരുമൊക്കെ പറഞ്ഞ് അവരുടെ മനോഗതം പോലെ അവർ പറഞ്ഞു പരത്തി. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഇയാളെ തെറി വിളിച്ചു എന്നൊക്കെയാണ് പോലീസുകാർ. അന്ന് ഈ ആഭ്യന്തരമന്ത്രിയോട് എതിർപ്പുള്ള കുറച്ച് പോലീസുകാരോടെ ഉണ്ടായിരുന്നു. അവർ CPM പോലീസുകാരാണ്. അപ്പോൾ അവരുടെ ഇതനുസരിച്ച് അവരത് പറഞ്ഞു പരത്തി. അപ്പോൾ അത് എനിക്ക് വലിയ ക്ഷീണമായിപ്പോയി. ഞാൻ അന്ന് നാട്ടിൽ SI ഒരു വലിയ ഒരിതാണ്. അവിടെ CN DYSP ഒന്നും വരില്ല. SI വന്നാൽ തീരുന്ന പ്രശ്നങ്ങളാണ്. അങ്ങനെ വന്നപ്പം ഇയാൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യും എന്നുള്ള ഒരു ഇത് തോന്നി. അങ്ങനെ വന്നപ്പോൾ ഇനി ഇവനെ ഇവിടെ ഇരുത്തിയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ വന്നു. വയലാർജിയുടെ സാനഡോ എന്ന് പറഞ്ഞ വീട്ടിൽ വന്ന് ഈ ഖദർ ഷർട്ടൊക്കെ പൊട്ടിച്ച് ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണ്, നിങ്ങൾ ഇതുപോലുള്ള SIമാരെ അല്ലേ തന്നത് എന്നൊക്കെ പറഞ്ഞ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറയാത്ത കാര്യം അവിടെ പറഞ്ഞു. തെറി വിളിച്ച് ഞാൻ അങ്ങനെ തെറി ഉപയോഗിക്കാറില്ല. കൂടി ഇപ്പോൾ ഇംഗ്ലീഷ് വല്ലതും പറയുമെങ്കിൽ ഞാൻ ഒരു തെറിയും പറഞ്ഞിട്ടില്ല. അന്ന് അറിഞ്ഞൂടെ എനിക്ക് തെറി പറയാൻ. അങ്ങനെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. അലർജിക്ക് സത്യമാണോ ഇല്ലെന്ന് അറിഞ്ഞോട്ടോ പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോൾ ശരിയായിരിക്കും, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടിട്ട് അവൻ കേട്ടില്ല.
എന്നുള്ളത് എന്നെ പണിഷ്മെൻറ്റ് ട്രെയിനിങ്ങിന് അയച്ചു. പോലീസ് ട്രെയിനിങ് കോളേജിൽ പണിഷ്മെൻറ്റ് ട്രെയിനിങ് ഞങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തുടങ്ങുന്ന ഞാനാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെൻഷനാണ് ഈ പണിഷ്മെൻറ്റ് ട്രെയിനിങ്. നമ്മളെ തിരിച്ച് ട്രെയിനിങ് ഡ്രസ്സിൽ കൊണ്ടുവന്ന് അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ്. കുഞ്ഞോമതായിട്ട് കോംപ്രമൈസ് ആയില്ല, പക്ഷേ അയാൾക്കെതിരായിട്ട് ഞാൻ തെറി വിളിച്ചു എന്നുള്ളതാണ് വയലർജിക്ക് സഹിച്ചുകൂടാത്തത്. അപ്പം പണിഷ്മെൻറ്റ് ട്രെയിനിങ് അയച്ചു. പണിഷ്മെൻറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം കഴിഞ്ഞ് ഫുൾ ഫ്ലെഡ്ജായിട്ട് പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് മറ്റേ പിത്താറ്റൊക്കെ വെച്ച് ഈ തോക്കുമൊക്കെ പിടിച്ച് ഓടുക. അപ്പോൾ ഞാൻ വെച്ച് ഇനി എന്തിനാ ഈ പണി, വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു. അപ്പം സുകുമാരൻ നായർ സാറാണ് DGP ആയിട്ടിട്ടത്. സുകുമാരൻ നായർ വളരെ സത്യസന്ധന, അദ്ദേഹമായിരുന്നു പ്രിൻസിപ്പൽ. അപ്പോൾ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്ത് ഇത് ഫോർവേഡ് ചെയ്തില്ല, അതിങ്ങനെ ഹോൾഡ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം എന്നെ വിടുതൽ ചെയ്യുമെന്ന്. ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ആരോ പറഞ്ഞു ആഭ്യന്തരമന്ത്രി വിജിലൻസ് കോഴ്സ് ഉദ്ഘാടനം ചെയ്യാൻ PTCയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വയലാർജിയുടെ മുമ്പ് ഈ പണിഷ്മെൻറ്റ് ട്രെയിനിന് അയച്ചതിൽ എനിക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് എന്നെ അയച്ചത്. ഇനിയിപ്പോൾ അങ്ങനെ മുമ്പിൽ കണ്ട് എന്നെ 3 മാസത്തേക്കാണ് അയച്ചത്. 6 മാസമാക്കിയാലും അപ്പം ഒരു വലിയൊരു ഇഗ്നോമിനിയാണ് തിരിച്ച് വന്ന് നമ്മൾ ട്രെയിനിങ് ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ മാറി നിന്ന് ഇങ്ങനെ എന്നെ കണ്ട് ഇനി ട്രെയിനിങ് സമയം പീരീഡ് കൂട്ടിയാലോ. അപ്പം ഞാൻ ഇങ്ങനെ തോക്കിൻ്റെ സ്ലിങ് കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വരുന്നു മധുസൂന സാർ IG, ഭയങ്കര ബഹളമാണ്. കോഴ്സ് ഉദ്ഘാടനം ചെയ്യാൻ ഇങ്ങനെ ഇറങ്ങിയ ഉടനെ ചോദിക്കുകയാണ്, പൂച്ചാക്കൽ SI ഇവിടെ ഉണ്ടോ? അപ്പം എല്ലാ പ്രിൻസിപ്പലൊക്കെ ഉണ്ട്. അതുകൊണ്ട് സാർ അയാളെ വിളിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൊട്ടടുത്ത് നിൽക്കുകയാണ് സ്ലിങ് കെട്ടിയാണ്. അപ്പം ഞാൻ ചെന്ന് സല്യൂട്ട് ചെയ്തു. എന്താണ് ട്രെയിനിങ് എങ്ങനെയുണ്ട്? ഞാൻ എന്താ പറയും, ട്രെയിനിങ് എങ്ങനെയാണ്? ഞാൻ ഒന്നും പറഞ്ഞു. ഭരതൻ ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി, ഇയാളുടെ ട്രെയിനിങ് ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞില്ലേ, ഇയാൾ പിന്നെന്താ ഇവിടെ പിത്താറ്റം വെച്ചോണ്ട് നിൽക്കുന്നത്? അതൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി, അയാളെ ട്രെയിനിങ് ക്യാൻസൽ ചെയ്തേക്കോ, ഇന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം കേട്ടോ മധുസൂദൻ എന്ന് IG എടുത്തും വിളിച്ചു പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം ചെയ്തതിൻ്റെ പ്രായശ്ചിത്തം എന്ന് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി പ്രിൻസിപ്പൽ വഴിയൊക്കെ എങ്ങനെയോ അറിഞ്ഞു കാണും ഇങ്ങനെ റെസിഗ്നേഷൻ തന്നിരിക്കുകയാണ്. അന്നും ഇന്നും ഉണ്ടെന്ന് തോന്നി. ഹോം സ്റ്റേഷനിൽ പോസ്റ്റ് ചെയ്യില്ല, ഹോം സർക്കിളിൽ ചോദിക്കാതെ എന്നെ രാമങ്കരിയിലായിരുന്നു. അപ്പം ഞാൻ ഈ വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളായതുകൊണ്ട് ഈ ബോട്ട് ഉറങ്ങിടത്ത് മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. ഈ കരയിൽ ജീപ്പിൽ ഇറങ്ങിയാലല്ലേ ശല്യമുള്ളൂ. അവിടെ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. അവിടുന്ന് തന്നെ മാറ്റി തമ്പാനൂർ SI ആയിട്ട് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ ഹോം സർക്കിളാണ്. അദ്ദേഹം ഒരു പ്രമോഷൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ തീരുമാനം പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഞാൻ തമ്പാനൂർ SI ആയിട്ട് ചാർജെടുത്തു. അത് 1985. ഓക്കെ. അല്ല, ഇതിനകത്ത് രസകരമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിമാരും വയലാർ രവിയുമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം, അങ്ങ് അവിടെ ചെല്ലുന്നു, ഒപ്പം DYSP ഉണ്ട്, ഇരിക്കാൻ പറഞ്ഞു. സാധാരണ ആഭ്യന്തരമന്ത്രിമാർ ഇരിക്കാൻ പറയില്ല. അങ്ങേക്കൊരു കപ്പ് ചായ തന്നു എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയിലുള്ളൊരു മനുഷ്യത്വമാണ് കാണുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ കോൺഗ്രസ് നേതാവ് കൊടുത്തുള്ള റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അങ്ങയെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് തന്നു. അത് ആളെ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കെല്ലാം പിടി കിട്ടി. അല്ല, ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴത്തെ എത്ര ആഭ്യന്തരമന്ത്രിമാർ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടറോട് ഇരിക്കാൻ പറയും? ഉണ്ട്, ഞാൻ പറഞ്ഞു വന്നത് എന്നാലും കുറവാണ്, ചുരുക്കമാണ്. അപ്പം ആഭ്യന്തരമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഉടമസ്ഥനാണെന്നുള്ള മട്ടിലല്ലേ ആഭ്യന്തരമന്ത്രിമാർ നടക്കാറുള്ളത് പൊതുവെ. അപ്പം നമ്പർ 1. നമ്പർ 2, അങ്ങേ പണിഷ്മെൻറ്റ് ട്രെയിനിങ്ങിനായിട്ട് പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അത് ചെയ്തത് ശരിയല്ല, തിരുത്തി അദ്ദേഹം തിരിച്ച് അയക്കുകയും ചെയ്തു. എന്തായാലും ശരി, വയലാർ രവി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, വയലാർ രവി എന്ന് പറയുന്ന വ്യക്തി, വയലാർ രവി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു രേഖാചിത്രമാണ് അങ്ങ് ഈ ഇൻ്റർവ്യൂവിലൂടെ പൊതുസമൂഹത്തിന് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത ഇതുപോലെ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അനുഭവം ഉണ്ടാകുവാൻ നമുക്കത് അടുത്ത എപ്പിസോഡിലേക്കായിട്ട് മാറ്റിവെക്കാം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.